തുടർഭരണം പ്രതീക്ഷിക്കുന്ന ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ്. പ്രഖ്യാപന വേള മുതൽ അവിടെയും പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സീറ്റില്ലെങ്കിൽ പാർട്ടിയും വേണ്ടെന്ന നിലപാടിലാണ് ചില മുതിർന്ന നേതാക്കൾ. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മുതിർന്ന നേതാവും ആരോഗ്യമന്ത്രിയുമായിരുന്ന ഹർഷ് വർദ്ധൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 തവണ കേന്ദ്രമന്ത്രിയായ നേതാവാണ് ഹർഷ് വർദ്ധൻ. എന്നാൽ ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹത്തിന് ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല. താൻ രാഷ്ട്രീയം വിടുകയാണെന്ന് സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് ഹർഷ് വർദ്ധൻ അറിയിച്ചത്. ഇതുവരെ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടില്ലെന്നും ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും ഹർഷ് വർദ്ധൻ പറയുകയുണ്ടായി. ഹർഷ് വർദ്ധന് പുറമെ ഗുജറാത്തിലെ മുതിർന്ന നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ നിതിൻ പട്ടേലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. മെഹ്സാന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് നിതിന്റെ പ്രഖ്യാപനം. സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതോടെ ബംഗാളിലെ ഒരു ബി.ജെ.പി സ്ഥാനാർത്ഥി പിന്മാറിയതും ചർച്ചയായിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ അസൻസോളിൽ സ്ഥാനാർത്ഥിയായിരുന്ന പവൻ സിംഗാണ് മത്സരിക്കാനില്ലെന്ന നിലപാട് വ്യക്തമാക്കിയത്. ഉത്തർപ്രദേശിലെ ഖേരി മണ്ഡലത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയ്ക്ക് വീണ്ടും സീറ്റ് നൽകിയതിനെതിരെ 2ാം ഘട്ട സമരം നടത്തുന്ന കർഷക സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് കേന്ദ്ര സർക്കാരിന് സംഘടനകൾ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. എന്നാൽ വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. 34 കേന്ദ്രമന്ത്രിമാരും 2 മുൻ മുഖ്യമന്ത്രിമാരും ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചു. പട്ടികയിൽ 28 വനിതാ സ്ഥാനാർത്ഥികളുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചു. പ്രധാനമന്ത്രി ഇത്തവണയും ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് ജനവിധി തേടും. കേരളത്തിലെ 12 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും മത്സരിക്കും. വി മുരളീധരൻ ആറ്റിങ്ങലിൽ തന്നെ സ്ഥാനാർത്ഥിയാകുമ്പോൾ കോഴിക്കോട് എം.ടി രമേശും മത്സരിക്കും. അതേസമയം തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. 2ാം ഘട്ടത്തിൽ മോദി തമിഴ്നാട്ടിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകളുണ്ട്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനു മുൻപ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യ സഖ്യത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് ബി.ജെ.പിയുടെ ശ്രമം. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ബി.ജെ.പിയെ സംബന്ധിച്ച് നിർണായകമാണ്. ദക്ഷിണേന്ത്യയിൽ പാർട്ടി ഇതുവരെ അക്കൗണ്ട് തുറക്കാത്ത കേരളത്തിലും മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി മുൻതൂക്കം നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആദ്യഘട്ട പട്ടികയിൽ 8 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇത്തവണ എൻ.ഡി.എ 400 സീറ്റുകളാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു.